ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുളിഞ്ചിക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. പുളിഞ്ചിക്ക കൊണ്ട് ഒരു അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതെടുത്ത് ഓരോന്നായിട്ട് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. പുളിഞ്ചിക്ക മുഴുവൻ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറേ സമയം വെച്ചേക്കാം. ഇതുപോലെ ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കുറേ സമയം വെച്ചേക്കാം. അപ്പോൾ പുളിഞ്ചിക്ക അച്ചാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. അടുത്തത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടുതൽ വേണം ഇതിന്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും കുറച്ച് കൂടുതലിടാം. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ. നന്നായിട്ട് മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കായ ഇട്ട് കൊടുത്തു. താളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റി പുളിഞ്ചിക്കായ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. പുളിഞ്ചിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കണം. പുളിഞ്ചിക്കൊക്കെ നന്നായിട്ട് എണ്ണയിൽ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് ഒരു 3/4 ബൗളോളം ശർക്കര, ചീകിയ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര മുഴുവൻ നന്നായിട്ട് അലിഞ്ഞ് ഇതിനോട് ചേർന്ന് പുളിഞ്ചിക്കായൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതിനോട് ചേരുമ്പോഴാണ് ഈ അച്ചാർ റെഡിയാവുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
എണ്ണ തെളിഞ്ഞ് കണ്ടു തുടങ്ങി. എണ്ണ തെളിഞ്ഞു, ശർക്കരയൊക്കെ ഉരുകി അതിനോട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിഞ്ചിക്ക അച്ചാർ റെഡി. പുളിഞ്ചിക്ക കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.